അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത 1.1.2 അൻവാഉൻ നസ്രി ഫിൽ അസ്രിൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിലെ നസറിൻ്റെ ഇനങ്ങൾ. പേജ് നമ്പർ 4. കമാ ഫഹിംന മിനസ് സുതൂരി സാബിഖ. മുമ്പ് കഴിഞ്ഞ വരികൾക്കിടയിലൂടെ നാം മനസ്സിലാക്കി. സുതൂർ വരികൾ. ഷഇനൽ കിതാബത്തിൻ നസരിയ ഫിൽ അസ്രിൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിലെ ഗദ്യ രചനകളുടെ കാര്യം നമ്മൾ കഴിഞ്ഞ വരികളിലൂടെ മനസ്സിലാക്കി. ഷഇന് കാര്യം. ലം തഹദ് ബിൽ ഇഹ്തിമാമി വറിആയ. അവക്ക് വേണ്ട പോലെയുള്ള ഒരു ശ്രദ്ധയോ ഒരു പരിരക്ഷയോ ലഭിച്ചിരുന്നില്ല, എന്നുള്ള ഭാഗ്യമുണ്ടായില്ല. അല്ലത്തി ഹളിയ ബിഹ ശിഅർ. അത് കവിതക്ക് കിട്ടിയ പോലെ. ഇത് ബഖിയ മാ തബ്ഖ മിൻഹ മുഷത്തൻ ഫി സുഫ്ഹാത്തിൽ കുതുബ്. അതുകൊണ്ട് തന്നെ അവ ഗ്രന്ഥ പേജുകളിൽ വ്യത്യസ്തങ്ങളായി ഛിന്ന ഭിന്നമായി അവശേഷിക്കുക മാത്രമാണ് ചെയ്തത്. ഇത് ബക്കിയമാ തബ്ഖ, അത് ബാക്കിയായ പോലെ ബാക്കിയായി. എങ്ങനെ? മുഷത്തൻ എന്ന് പറഞ്ഞാൽ ഛിന്ന ഭിന്നമായി. എവിടെ? ഫി സുഫ്ഹാത്തിൽ കുതുബ്, മറ്റു പല ഗ്രന്ഥങ്ങളുടെ പേജുകളിലായിട്ട്. വഇൻദൽ ഇത്തിലാഇ അലൈഹ. അവയെക്കുറിച്ചൊന്ന് വായിച്ച് പഠനം നടത്തുമ്പോൾ യദ്ഹറു വ്യക്തമാകുന്ന കാര്യമാണ് അന്നഹ കാനത്ത് മൗജൂദ. ആ നസർ എന്നുള്ളത്, നസർ രചനകൾ എന്നുള്ളത് അത് മൗജൂദ, അത് ഉണ്ടായിരുന്നു, അവ ലഭ്യമായിരുന്നു, അല്ലെങ്കിൽ ഉള്ളത് തന്നെയാണ്. ഫി മുഖ്തലിഫിൽ മുനാസിബാത്തി വൽ ദുറൂഫി. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അവ നിലകൊണ്ടിരുന്നു എന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ തുഖദ്ദിമു അസ്സുതൂറു താലിയ. താഴെയുള്ള വരികൾ അവ അവതരിപ്പിക്കുന്നു ലംഹത്തൻ സരീഅത്തൻ, ഒരു വേഗത്തിലുള്ള ഒരു എത്തിനോട്ടം. അൻ അബ്റസി മാ ദുകിറ ഫീ കുതുബിൽ അദബ്. സാഹിത്യ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടതിലെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഹൗല അൻവാഇൻ നസ്രിൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിലെ ഗദ്യ സാഹിത്യ ഇനങ്ങളിൽ, സാഹിത്യ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടതിലെ പ്രകടമായതിനെക്കുറിച്ചുള്ള ഒരു ഓടിച്ചുകൊണ്ടുള്ള ഒരു എത്തിനോട്ടമാണ് താഴെയുള്ള വരികളിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഒന്നാമത്തത് അൽ ഖിത്വാബ, പ്രസംഗകലയാണ്. അൽ ഖിത്വാബത്തു, പ്രസംഗകല എന്നുള്ളത് ഹിയ ഫന്നുൻ, അതൊരു കലയാണ്. യഅ്തമിദു അലാ ഇസാറത്തിൽ മശാഇരി. അവ അവലംബിക്കുന്നത്, ആ ഒരു കല നിലകൊള്ളുന്നത് എന്തിലാണ്? ഇസാറത്തുൽ മശാഇറിലാണ്. അവ ശ്രോതാക്കളുടെ ഫീലിങ്സിനെ അവ ഇളക്കി വിടുക എന്നുള്ളതിൽ അവലംബിക്കുന്നവയാണ്. വതഹരീക്കി അൽ അവാത്തിഫ്. ആത്തിഫത്ത് അവാത്തിഫ് അൽ ഇമോഷൻസ്. തഹരീക്ക് ഇളക്കി വിടുക, രണ്ടിൻ്റെ ആശയം തന്നെ. ഇസാറത്തിനാലും പ്രചോദിപ്പിക്കുക, മഷായിറന ഫീലിങ്സിനെ. അപ്പോൾ ഫീലിങ്സിനെയും ഇമോഷൻസിനെയും ഇളക്കി വിടുക, അതും ബിഷക്കിലിൻ ഫൗരിയിൻ, വളരെ വേഗത്തിൽ. അതിനെ അവലംബിച്ചുകൊണ്ടാണ് ഈ കല നിലകൊള്ളുന്നത്. അപ്പോൾ ഒരു പ്രാസംഗികൻ്റെ പ്രസംഗം കേൾക്കുന്ന മാത്രയിൽ തന്നെ ശ്രോതാക്കളെ വികാരം ഇളക്കി വിടാൻ പര്യാപ്തമാകണം, എങ്കിലാണ് ആ കലക്ക് വിജയമുള്ളത്. അപ്പോൾ അതിലാണ് അവ അവലംബിച്ചിരുന്നത്. വഖദ് കാനത്തിൽ ഹയാത്തു ഫിൽ ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിലെ ജീവിതമായിരുന്നു തഫ്രിദുൽ ഹാജ്ജ. ആവശ്യം നിർബന്ധമാക്കിയ സംഗതിയായിരുന്നു, അത്യാവശ്യമായിരുന്നു എന്നർത്ഥം. ഇലഹാദൻ നൗഇ മിന തഅബീർ. ആവിഷ്കാരത്തിലെ ഈ ഒരു ഇനത്തെ അത്യാവശ്യമായ സാഹചര്യമായിരുന്നു, ജീവിത സാഹചര്യമായിരുന്നു ജാഹിലിയ കാലഘട്ടം. ഇത് കാനൽ അറബു ഫി ഇജ്തിമാഅതിഹിം. എന്തുകൊണ്ട്? അറബികൾ അവരുടെ മീറ്റിങ്ങുകളിൽ, വഫി തഖ്ദീമി ആറാഇഹിം, അവരഭിപ്രായങ്ങൾ പറയുന്നിടത്ത്, വകദാലിക ഫി അദാഇ വാജിബാതിഹിം, അതോടൊപ്പം അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്ത്, ക സുഫറാ വ മുമസ്സലിൻ ലിൽ ഖബാഇൽ, ഉത്തരവാദിത്വ നിർവഹണം എന്ന് പറഞ്ഞാൽ ക സുഫറാ, സഫീറുമാരെ പോലെ അംബാസഡറായിട്ട് വരും, പ്രതിനിധിയായിട്ട് വരും. വ മുമസ്സലിൻ, മുമസ്സില പ്രതിനിധി, ലിൽ ഖബാഇൽ, ഗോത്രങ്ങളുടെ. അപ്പോൾ ഗോത്രത്തിൻ്റെ പ്രതിനിധിയായിട്ട്, ഗോത്രം നിയോഗിച്ച വ്യക്തിയായിട്ട്, അങ്ങനെ അവരെ ഉത്തരവാദിത്വ നിർവഹണ സമയത്തും ബിഹാജത്തിൻ ദാഇമത്തിൻ, അവർക്ക് നിരന്തരമായ നീടുണ്ടായിരുന്നു, ആവശ്യമുണ്ടായിരുന്നു. ഇല തഅബീർ, കാര്യങ്ങൾ പറയുക എന്നുള്ളത്. അൻ മഖാസുദിഹിം, അവരുദ്ദേശിക്കുന്ന കാര്യം. ബിവുദൂഹിൻ, വ്യക്തമായിക്കൊണ്ട്. അവിടെയൊക്കെ ഒരു പ്രസംഗ രൂപത്തിൽ ആ കാര്യത്തെ അവതരിപ്പിക്കുക എന്നുള്ളത് അവർക്ക് അനിവാര്യമായി. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ജീവിത സാഹചര്യം തന്നെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഈ ഇനം ആവശ്യമുള്ളതായിരുന്നു. ഇനിയോ വകുല്ലമാ കാനത്ത് തുരീഖത്തുഹും ഫി തഅബീർ, അവർ ഇങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സമയങ്ങളിൽ അവർ സ്വീകരിക്കുന്ന വഴി,
അവർ അത് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മാർഗം അത് അഖ്വാ വ അക്സറു ജാദിബിയ്യ, അത് ഏറ്റവും ശക്തമായിരിക്കണം, ഏറ്റവും അട്രാക്റ്റീവായിരിക്കണം. അക്സറു ജാദിബിയ്യ, ധാരാളമായിട്ട് അധികമായിട്ട് അട്രാക്ഷൻ സ്വീകാര്യത കിട്ടുന്നതായിരിക്കണം. കാനത്ത് ഇസീറുഹാ അലൻ നുഫൂസി അക്ബർ വ അഅ്മഖ്, മാത്രമല്ല അതിൻ്റെ സ്വാധീനമായിരുന്നു മനസ്സുകളിൽ ആഴമേറിയതും വലിയതുമായിരുന്നു. ആ നിലക്ക് എന്ത് ചെയ്യണം, അവർ സംസാരിക്കണം. വഹക്കഥ, ഇപ്രകാരം അസ്ബഹത്തിൽ ഖിതാബത്തു, പ്രസംഗകല എന്നുള്ളതായിത്തീരുന്നു ജുസ് അൻ മുഹിമ്മൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറി ഫീ സഖാഫത്തിഹിം, അവരെ കൾച്ചറിൻ്റെ, വ മുമാറസത്തിൻ ഷാഇഅത്തിൻ ബൈനഹും, അവർക്കിടയിൽ വ്യാപകമായ ഒരു പ്രാക്ടീസിൻ്റെ ഒരു ചര്യ തന്നെയായിട്ട് ഈ പ്രസംഗകല മാറുകയായിരുന്നു. കാരണം അവർക്ക് അഭിപ്രായം പറയണം, അവർക്ക് മീറ്റിംഗ് കൂടുമ്പോൾ അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കണം, പത്രങ്ങൾ തമ്മിലുള്ള സംശയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് സംസാരിക്കണം. ആ സമയത്തൊക്കെ ഇത് കേൾക്കുന്നവനെ സ്വാധീനം ചെലുത്തുന്ന രീതിയിലായിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രാധാന്യവും പ്രചാരവും ആ കാലഘട്ടത്തിൽ കിട്ടി. ലഖദ് അസ്ബതത്തിൽ അഹ്ദാസു, സംഭവങ്ങൾ സ്ഥിരപ്പെടുത്തുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ചരിത്രങ്ങൾ പറയുന്നു. അന്നൽ അറബ ഫിലാസിൽ ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ കാനു യതഹദ്ദസൂന, അവർ സംസാരിക്കാറുണ്ടായിരുന്നു. ഫി മുനാസിബാത്തിൻ മുഖ്തലിഫ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ. ഹൈസുസ്തഖ്ദമൂൽ ഖിതാബ, എത്രത്തോളം അവർ പ്രസംഗകലയെ ഉപയോഗിച്ചു. ലിതഹ്ഫീസിൻ നാസി, ജനങ്ങളെ പ്രേരിപ്പിക്കാൻ, തഹ്ഫീസ് പ്രചോദനം അരുളാൻ, തഹ്ഫീസ് അലൽ ഖിതാൽ, യുദ്ധത്തിന് പ്രേരിപ്പിക്കാൻ. ഇസാറത്തി ഹമാസിഹിം, പ്രത്യേകിച്ച് അവരുടെ ശൗര്യത്തെ പ്രചോദിപ്പിക്കാൻ. ഇസാറത്തു ഹമാസ് അവരെ ആ ഒരു സ്ഥൈര്യം, ശൗര്യം, അതിനെ പ്രചോദിപ്പിക്കുവാനും. തഅസീസ് അസീമത്തിഹിം, അവരെ തീരുമാനങ്ങൾക്ക് ബലം നൽകുവാനും, തഅസീസ് ശക്തിപ്പെടുത്താനും ഇതിനു വേണ്ടിയൊക്കെ അവർ പ്രസംഗകല ഉപയോഗിച്ചു. മിൻ ഖിലാലിഹ, ആ പ്രസംഗത്തിലൂടെ, മിൻ ഖിലാലി ഖിതാബ, ആ പ്രസംഗത്തിലൂടെ കാനു യുഷജ്ജിഊന, അവർ പ്രേരിപ്പിക്കുകയായിരുന്നു, പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ഷജ്ജഅ, പ്രോത്സാഹിപ്പിക്കുക, പ്രേരിപ്പിക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുകയായിരുന്നു. എന്തിന്? അൽ ഗസവാത്ത്, യുദ്ധങ്ങൾക്ക്. ഷഗഫൻ ബിൽ ഗനായിം, അതേത് രൂപത്തിലായിരിക്കും? ചിലപ്പോൾ അവർക്ക് ഗനീമത്ത് കിട്ടുമെന്ന ആഗ്രഹം ജനിപ്പിച്ചുകൊണ്ട്, ഷഗഫും ആഗ്രഹം ഉണ്ടാക്കുക. ഷഗഫം ബിൽ ഗനായിം, ഗനീമത്തിൻ്റെ ജമ ഗനായിം, യുദ്ധാർജിത സ്വത്ത് കിട്ടും എന്ന് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്. അവിസ്തിജാബത്തൻ ലി റഗ്ബത്തിൻ ഫിസ്ർ, അല്ലെങ്കിൽ പ്രതികാരമെടുക്കാനുള്ള താല്പര്യത്തിന് അതിനുള്ള ഒരു പ്രതികരണമായിക്കൊണ്ട്, മറുപടിയായിക്കൊണ്ട്. പ്രതികാരം എടുക്കണം, സ്വന്തം ബാപ്പാനാരെങ്കിലും കൊന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആളുകൾ കൊന്നിട്ടുണ്ടാവും. ഇത് പ്രതികാരം ചോദിക്കാനുള്ള അവസരമാണ്. അവരുടെ പിൻതലമുറക്കാരായിട്ട് നമ്മൾ കയ്യും കെട്ടി നിൽക്കുകയാണോ എന്നൊക്കെ അങ്ങനെ പ്രസംഗിച്ച് അവരെ ആവേശം കൊള്ളിച്ചിട്ട് അവരെ യുദ്ധത്തിലേക്ക് നയിക്കുന്നു. ഇനി വഅബറ ഫന്നിൽ ഖിതാബ, ഇതേ പ്രസംഗകലയിലൂടെ, അബറനൂടെ, അതിലൂടെ ഡ്യൂരിങ് വഅബറ ഫന്നിൽ അൽ ഖിതാബ, ഈ പ്രസംഗകലയിലൂടെ കാനു യദ്ഊന ഐദൻ ഇലസ്സലാം, അവർ സമാധാനത്തിലേക്കും ക്ഷണിക്കാറുണ്ടായിരുന്നു. ചില ഖതീമാർ അവർ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ക്ഷണിക്കും. അതെങ്ങനെ? ലിതജന്നുബി ഇറാഖത്തി ദിമാഇ, രക്തച്ചൊരിച്ചിൽ അകറ്റിക്കൊണ്ട്, രക്തച്ചൊരിച്ചിൽ പാടില്ലെന്ന് പറഞ്ഞു. തജന്നുബ്, അകറ്റ, ഒഴിവാക്കുക. ഇറാഖത്തുദ്ദം, രക്തം പൊഴിക്കുക. അവ രക്തമൊഴിക്കുന്നത്, രക്തം ചിന്തുന്നത്, അവ അകറ്റിക്കൊണ്ട്. വൽ ഹിഫാദി അല ഷറഫ്, ഷറഫന മാന്യത, തൻ്റെ ഇടം, അവ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഹിഫാദ് അല, സംരക്ഷിക്കുക. വദർ ഇൽ ഫൗദ, അരാജകത്വങ്ങളിൽ നകന്നു നിന്നുകൊണ്ട്, ഒഴിവാക്കിക്കൊണ്ട്. വഖദ് കാനത്തിൽ ഹിക്മത്തു ഫീ സംത്തിൽ ഹലീം ഇബ്റ ലിമൻ യതഅമ്മലുഹ, വിവേകിയുടെ മൗനം, അതിൽ പോലും ഹിക്മത്തുണ്ടായിരുന്നു. വഖദ് കാനത്തിൽ ഹിക്മത്തായിരുന്നു, യുക്തിയായിരുന്നു. ഫി സംത്തിൽ ഹലീം, വിവേകിയുടെ മൗനത്തിൽ, അതിലുള്ള ആ ഒരു മൗനത്തിൽ പോലും യുക്തിയുണ്ട്. ആ യുക്തി ഇബ്റ, അതൊരു ഗുണപാഠമാണ്. ലിമൻ യതഅമ്മലുഹ, ചിന്തിക്കുന്നവർക്ക്. ചില സമയങ്ങളിൽ അവരെന്ത് ചെയ്യും? ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചില സമയത്ത് മൗനം അവലംബിക്കണം എന്നൊക്കെ പറഞ്ഞ്, രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ്, ആ നിലക്കൊക്കെ അവരെ യുദ്ധങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രവണതയും പ്രസംഗകലയിലൂടെ കാണാൻ പറ്റും. വലിദാലിക ഇസ്തിജാബത്തു റഫാനിൽ ത്വഅ, അങ്ങനെ രണ്ട് വിഭാഗങ്ങളും അവർ അനുസരണത്തിൻ്റെ വഴിയിലേക്ക് അവർ കടന്നു വരുന്നു. വതവസ്സലു ഇല സുലഹി, അങ്ങനെ അവസാനം ആ പ്രസംഗത്തിന് ശേഷം അവർ സുലഹിൻ്റെ മാർഗത്തിലെത്തുന്നു. സുലഹ്, അവർ സന്ധിയിലെത്തുന്നു, കരാറുകളിലെത്തുന്നു, യുദ്ധം നിർത്തലാക്കുന്നു. അവിടേക്ക് എത്തിക്കാനൊക്കെ പ്രസംഗകലക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. വക്കാന ഫന്നുൽ ഖിതാബ ഫിൽ ജാഹിലിയ കാലഘട്ടത്തിലെ പ്രസംഗകലയായിരുന്നു. യുആലിജു, അത് കൈകാര്യം ചെയ്യുമായിരുന്നു. ഖദായ മുതഅദ്ദിദ, വ്യത്യസ്തങ്ങളായ ഇഷ്യൂസ്. ഖദായ പ്രശ്നങ്ങൾ, ഇഷ്യൂസ്. അപ്പോൾ വൈവിധ്യങ്ങളായ ഇഷ്യൂ ഈ പ്രസംഗകലയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചില വിഷയങ്ങൾ, വ്യത്യസ്ത വിഷയങ്ങൾ. നദുറൻ ലിൻതിശാരിൽ കസീരി മിനൽ അഫ്ആലിൽ മുഖാലഫ, അത് എന്തുകൊണ്ടാണ്? നദുറൻ, നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം.
ലിൻതിഷാരിൽ കസീർ ധാരാളമായി വ്യാപിച്ച കാരണത്താൽ, മിനൽ അഫ്ആലിൽ മുഖാലഫ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, അഫ്ആൽ പ്രവർത്തനത്തിൽ മുഖാലഫ വിരുദ്ധമായ, എന്തിന് വിരുദ്ധമായ? ലിൽ അഖ്ലാഖ് മൊറാലിറ്റിക്ക് ധാർമ്മികതക്ക് വിരുദ്ധമായ വ്യത്യസ്തങ്ങളായ പ്രവർത്തികൾ ആ കാലഘട്ടത്തിൽ വ്യാപിച്ചു എന്നതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ആ മൊറാലിറ്റിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ? മിസുലസലബ് കൊള്ളയടിക്കുക, വന്നഹബ് തട്ടിപ്പറിക്കുക, വൽ ഖത്ൽ യുദ്ധം ചെയ്യുക, വഗൈറുഹ അതല്ലാത്തതും, മിനൽ മുമാറസാത്തി മറ്റു ചില ചര്യകളും പ്രാക്ടീസുകളും, അല്ലത്തി നശഅത്ത് നതീജത്തൻ ലിൽ അസബിയ്യൽ ഖബലിയ ഗോത്ര ഭാഗീയതയുടെ വർഗീയതയുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള, അല്ലത്തി നശഅത്ത് ഉണ്ടായ, നതീജത്തൻ റിസൾട്ടായിട്ട് ഫലമായിട്ട്, ലിൽ അസബിയ്യൽ ഖബലിയ ഗോത്രത്തിൻ്റെ പേരിലുള്ള അസബിയത്ത് വർഗീയത വിഭാഗീയത, എൻ്റെ ഗോത്രം മറ്റുള്ളവരെന്തോ ആവട്ടെ എൻ്റെ ഗോത്രത്തിന് വേണ്ടി ഞാൻ ചെയ്യും, ആ നിലക്കുള്ള ഒരു അസബിയത്ത് അവിടെ ഉടലെടുത്ത കാരണത്താലും യുദ്ധം കാരണത്താലും തട്ടിപ്പറിയും കൊള്ളക്കാർ അങ്ങനെ ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ധാർമ്മികമായിട്ടുണ്ടാകേണ്ട വാല്യൂസ്, അതിനെതിരായ പ്രവർത്തനങ്ങൾ വ്യാപിച്ച് കിടക്കിയിരുന്നു. ഇതുകൊണ്ട് തന്നെ ഇതിലെ പല വിഷയങ്ങളും ഖുതുബകളിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇനിയോ കുല്ലമാക്കാന തഅബീറു അക്സറ ദിഖ, എപ്പോഴൊക്കെ ഒരു കാര്യം അവതരിപ്പിക്കുന്നുവോ അപ്പോഴൊക്കെ അതിസൂക്ഷ്മമായിരുന്നു ആ ഖതീബുമാർ അവതരിപ്പിച്ചത്. അക്സറു ദിഖ വളരെ സൂക്ഷ്മമായിട്ട്, കാലത്ത് സിറുഹു അക്സറു റിഖ അതിൻ്റെ സ്വാധീനമാവട്ടെ അങ്ങേയറ്റം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന റിഖത്ത് ലോലമായ നിലക്ക് വളരെ സ്മൂത്തായിക്കൊണ്ട് ഹൃദയത്തെ സ്വാധീനിക്കുന്നതായിരുന്നു. ഫൽ ഖിതാബത്തു തുഹഫിസു ഉഖൂലന്നാസ്, അങ്ങനെ ഖിതാബ പ്രസംഗകല മനുഷ്യബുദ്ധികളെ പ്രചോദിപ്പിക്കുമായിരുന്നു. വതുസീറു മശാഇറഹും, ബുദ്ധി മാത്രമല്ല അവരുടെ ഇമോഷൻ ഫീലിങ്ങുകളെ അത് ഇളക്കി വിടുമായിരുന്നു. വതസ്തഹിസ്സു തോഖാത്തിഹിമുൽ മദ്ഫൂന ഫി അഅമാഖിഹിം, അവരുടെ ഉള്ളുകളിൽ, അവരുടെ അഅമാഖ് അവരുടെ ഹൃദയത്തിൻ്റെയും മറ്റും ആഴങ്ങളിൽ കുഴിച്ചു മൂടപ്പെട്ട മറമാടപ്പെട്ട അവരുടെ ശക്തിയെ പുറത്തേക്ക് കൊണ്ടുവരുന്ന, അതിന് പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ളതായിരുന്നു ഈ പ്രസംഗകല. അങ്ങനെ പ്രചോദിപ്പിക്കാറുണ്ടായിരുന്നു. ഇനി ഈ പ്രസംഗകലയെപ്പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ ബവാഇസു ഇസ്ദിഹാരിൽ ഖിതാബ ഫിൽ അസ്ലിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിൽ ഈ പ്രസംഗകല പ്രശോഭിതമാകാനുള്ള ബവാഇസുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രേരകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കമാ ഫഹിംതും മിന സുതൂരി സാബിഖ, മുമ്പ് കഴിഞ്ഞ വരികളിൽ നിന്ന് നീ മനസ്സിലാക്കിയ പോലെ, അന്നൽ ഖിതാബ ഫിൽ അസ്ലിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ പ്രസംഗകല എന്നുള്ളത് കാനത്ത് വാഹിദത്തൻ മിൻ അബ്റസിൽ ഫുനൂൻ, ആ കലകളിലെ ഏറ്റവും പ്രകടമായ ഒരു കലയായിരുന്നു. അല്ലത്തി മാറസഹൽ അറബ് ഖബലൽ ഇസ്ലാം, ഇസ്ലാമിന് മുമ്പ് അറബികൾ പ്രാക്ടീസ് ചെയ്ത, അറബികൾ പരിചയിച്ച ഫന്നുകളിൽ കലകളിൽ ഏറ്റവും പ്രത്യക്ഷമായ ഒരു കലാരൂപമാണ് പ്രസംഗകല എന്നുള്ളത്. വശക്കലത്ത് ജുസ്അൻ അസാസിയൻ മിൻ ഹയാത്തിഹിമുൽ ഇജ്തിമാഇയ്യ വസിയാസിയ്യ, അവരുടെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ നിന്ന് അടിസ്ഥാനമായ അടിത്തറയിട്ട ഒരു ഭാഗം തന്നെ രൂപപ്പെടുത്തിയ ഒരു കലയാണ്. അപ്പോൾ അവരുടെ ഈ കല സാമൂഹിക ജീവിതത്തിൽ നിന്ന്, രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നൊക്കെയുള്ള ഒരു ബേസ് അങ്ങനെയാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ബിഫദ്ലി ഇഅ്തിമാദിഹിം അലൽ കലിമൽ മൻതൂഖ, സംസാരിക്കുന്ന കലിമത്തുകൾ അവലംബിക്കുക എന്നതിനപ്പുറം, ഫിനഖ്ലിൽ അഖ്ബാരി വാർത്തകൾ കൈമാറുന്നിടത്ത്, വത്തവാസുലി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നിടത്ത്, വഹല്ലിൻ നിസാഅതി പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നിടത്ത്, അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള വാചികമായ വാക്കുകളെ അവലംബിക്കുന്നു എന്നതിന് പുറമെ, ബിഫദ്ൽ അതിന് പുറമെ ഇസ്ദഹറത്തിൽ ഖിതാബ ഈ പ്രസംഗകല അത് വളർന്നിട്ടുണ്ട്. അതിനപ്പുറം അത് പ്രശോഭിച്ചു, അതിനപ്പുറം വളർന്നു. ഏതുപോലെ? കവസീല ഫഅല, അത് ക്രിയാത്മകമായ ഒരു മാധ്യമമായിട്ട്, ഫഅല വളരെ ക്രിയാത്മകമായ ഒരു മാധ്യമം, വസീലയായിട്ട്. എന്തിനുള്ള? ലിത്തഅ്സീർ സ്വാധീനം ചെലുത്താനുള്ള, ഫിൽ മുജ്തമഇ സമൂഹത്തിൽ, വതൗജീഹിർ റഅയിൽ ആം അതുപോലെ പൊതു അഭിപ്രായങ്ങളെ രൂപപ്പെടുത്താനും പൊതു അഭിപ്രായങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും അതിന് നിർദ്ദേശം കൊടുക്കുന്ന ആ രൂപത്തിലുള്ള പൊതു അഭിപ്രായങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നതിനൊക്കെയുള്ളൊരു മാധ്യമമായിട്ട് ഇത് വളരുന്നത് കാണാൻ സാധിക്കും. ഇംതാസൽ ഖുതബാഉ, അന്നത്തെ ഖതീബുമാർ വ്യതിരിക്തരായി ഫിദാലിക്കൽ അസ്ർ, ആ കാലഘട്ടത്തിലെ ഖതീബുമാർ. എന്തുകൊണ്ട്? ബിൽ ഫസാഹ, അവരുടെ സാഹിത്യ വൈഭവം, വ ഖുവ്വത്തി തഅബീർ, കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അതിൻ്റെ ശക്തി, ആ ഒരു ഖുവ്വത്ത്, ആ ശക്തി കൊണ്ടും അവരുടെ സാഹിത്യ വൈഭവം കൊണ്ടും ഈ കാലഘട്ടത്തിലെ ഖതീബുമാർ വ്യതിരിക്തരായി നിൽക്കുന്നത് കാണാൻ പറ്റും. ഹൈസു കാലത്തിലെ ഖിതാബ തജ്സീദൻ ലിൽ ഖുദ്റ അലൽ ഇഖ്നാഇ വത്തഅ്സീർ, എത്രത്തോളം ഈ പ്രസംഗകല ആയിത്തീർന്നു തജ്സീദൻ ലിൽ ഖുദ്റ, അതൊരു കഴിവിൻ്റെ ഒരു പ്രതീകാത്മക രൂപമായി, കഴിവ് എന്നതിൻ്റെ ഒരു രൂപമായി തീർന്നു. എന്തിനുള്ള കഴിവ്? അലൽ ഇഖ്നാഇ വത്തഅ്സീർ, സ്വാധീനം ചെലുത്താനുള്ള, ശ്രോതാക്കളെ സംതൃപ്തരാക്കാനുള്ള, തൃപ്തിപ്പെടുത്താനുള്ള, അതിനു വേണ്ട ഒരു കഴിവ്, ആ കഴിവിൻ്റെ ഒരു തജ്സീദ്, ഒരു ജസദുള്ള രൂപം, ഒരു പ്രതീകമായിട്ട് പ്രസംഗകല മാറുന്നത് കാണാൻ സാധിക്കും.
മാത്രവുമല്ല വഅക്കസത്തു മകാനത്തു സ്വാഹിബിഹാ ഫി മുജ്തമഇഹി, ആ പ്രസംഗം അവതരിപ്പിക്കുന്ന വ്യക്തിയുടെ സ്ഥാനം സമൂഹത്തിൽ പ്രതിഫലിച്ചു കൊണ്ടിരുന്നു. അക്കസത്ത്, അത് റിഫ്ലക്റ്റ് ചെയ്തു. ഇസ്ദഹറ ഫന്നുൽ ഖിതാബ ഫിൽ അസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ പ്രസംഗകല പ്രശോഭിതമായി മിൻ ഖിലാൽ ഇദ്ദത്തി ജവാനിബ മുമയ്യസ, വ്യത്യസ്തങ്ങളായ വ്യതിരിക്തമായ മാർഗങ്ങളിലൂടെയാണ് അത് ശോഭയുള്ളതായി മാറിയത്. യുംകിനു ദിക്റു ബഅദിഹ ഫിമയലി, താഴെ വരുന്ന കാര്യങ്ങളിലൂടെ നമുക്കത് ഏതൊക്കെയാണ് എന്ന് പറയാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് അത് ശോഭിച്ചു നിന്നത്. ഒന്ന്, അൽ ഹയാത്തു ഫി സ്വഹറാഇ വറൂഹുൽ ഫറൂസിയ, അവരുടെ സ്വഹറായിലുള്ള ജീവിതം, സ്വഹറ എന്ന് പറഞ്ഞാൽ മരുഭൂമി, ആ മരുഭൂമിയിലെ ജീവിതവും അതേപോലെ റൂഹുൽ ഫറൂസിയ, അവരുടെ ധീരതയുടെ ചൈതന്യവും. റൂഹുൽ ഫറൂസിയ, ഫറൂസിയ എന്നാൽ ധീരോദത്തമായ പ്രയത്നങ്ങൾക്കാളും അല്ലെങ്കിൽ യുദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെയാണ് പറയാം. ഫറസ് കുതിരയാണ്, കുതിരപ്പുറത്ത് ഏറിയിട്ട് യുദ്ധം ചെയ്യുന്ന ആ ഒരു പ്രവണത, അവരുടെ ധീരത, ആ ധീരതയുടെ ചൈതന്യവുമാണ് അവരുടെ പ്രസംഗകല വളരാനുള്ള ഒരു കാരണം. കാനത്തിൽ ഹയാത്തു ഫി സ്വഹറാഇ വൽ ഫറൂസിയ, ഈ നിലക്കുള്ള മരുഭൂമിയിലെയും അതോടൊപ്പം അവരുടെ ധീരമായ ജീവിതവും ആ നിലക്കുള്ളവരുടെ ജീവിതം. തഫ്രീദു അലൽ അറബ്, അറബികൾ നിർബന്ധം ചെലുത്തി എന്തിന്? കസ്ബഖൂതി യൗമിഹിം, അവരെ ഡെയിലി ഫുഡ് കണ്ടെത്തുന്നതിന് എന്ന് നിർബന്ധം ചെലുത്തി. എവിടുന്ന് കണ്ടെത്തണം? മിൻ ഖിലാലിൽ ഖിതാൽ, യുദ്ധത്തിലൂടെ. ഹൈസു കാനത്ത് ഹയാത്തുഹും എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതമായിരുന്നു ഉർളത്തൻ ലിൽ ഫഷൽ, അത് പരാജയത്തിൻ്റെ പരാജയത്തിന് വിധേയമായതായിരുന്നു. ഫി അയ്യി ലഹദത്തിൻ, ഏത് നിമിഷവും അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ ജീവിതം തീർന്നു പോവാം, ഫഷലാവാം, നഷ്ടപ്പെട്ടു പോകാം, പരാജയപ്പെട്ടു പോകാം, മരണപ്പെട്ടു പോകാം. ആ നിലക്കായിരുന്നു അവരുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ഫഖദ് തതഅറദു ഖാഫിലത്തുൻ, ഓരോ യാത്രാ സംഘങ്ങളും ഓരോ സംഘങ്ങളും വിധേയരായിക്കൊണ്ടിരുന്നു ലിന്നഹബ്, കൊള്ളയടിക്ക്. വഫുഖ്ദാനി അംവാലി മൻ ഫിഹ, സമ്പത്ത് നഷ്ടപ്പെടുവാനും. ഔഖൂത്തിഹിം, ഒരുപക്ഷെ അവരെ ജീവിത ഭക്ഷണങ്ങൾ പോലും, കൂത്ത് ഭക്ഷണം, അവരുടെ ഭക്ഷണവും അവരുടെ സമ്പാദ്യവും ഏത് നിമിഷവും നഷ്ടപ്പെടുന്നു. അങ്ങനത്തെ ഓരോ സംഘങ്ങളും എപ്പോഴും നഷ്ടത്തിനും കൊള്ളയടിക്കൊക്കെ വിധേയരായിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊള്ളയടി, ഈ തകർച്ച, ഇതിനെതിരെ പ്രതിരോധിക്കുക എന്നുള്ളത് അവരെ ആവശ്യമായി മാറി. ഇതിനെതിരെ അവർ യുദ്ധം ചെയ്യണം, ഇതിനെതിരെ അവർ പ്രതിരോധിക്കണം. അപ്പം അതിനു വേണ്ടിയിട്ട് ആളുകൾ സജ്ജമാക്കാൻ ചില നിലക്കുള്ള പ്രസംഗം ആവശ്യമായിരുന്നു. അതാണ് ശേഷം പറഞ്ഞത് കാന തഅബീറു ഷഫവി, വാചികമായി കാര്യങ്ങൾ പറയുക എന്നുള്ളത് അക്സർ തഅ്സീറൻ, അതങ്ങേറ്റം സ്വാധീനമുണ്ടാക്കി. ഫി തഹ്ഫീസി അബ്നാഇൽ ഖബീല, ഗോത്രത്തിലെ ഓരോ ആളുകളെയും മോട്ടിവേറ്റ് ചെയ്യാൻ. ലിബദലി ജുഹുദിഹിം, അവരെ പ്രയത്നം ചെലവഴിക്കണം, ബദൽ ചെലവഴിക്കുക. ലിബദലി ജുഹുദിഹിം, അവരങ്ങേയറ്റം പ്രയത്നിക്കണം. വദ്ദിഫാഇ അൻഹാ, ഇതിനെയൊക്കെ സംരക്ഷിക്കണം, ഈ കൊള്ളയടിക്കുന്നവരിൽ നിന്ന്, ഈ യുദ്ധത്തിന് വരുന്നവരിൽ നിന്ന്. ബികുല്ലി മാ ലദൈഹിം, അവരടുക്കലുള്ള എല്ലാ മിൻ ഖുവ, എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അത് ആ നിലക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വാചികമായി പറയുക എന്ന സംഗതി അനിവാര്യമായി വരുന്നു. അതാവട്ടെ അത്യാവശ്യമാണ്. മുഖാർണത്തം ബി തഅബീരിൽ കിതാബി, രചനാത്മകമായിട്ട് ഒരു കാര്യം അവതരിപ്പിക്കുന്നതിനെ വെച്ച് നോക്കുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാകുക വാക്കാൽ പറയുമ്പോഴായിരുന്നു. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ അവരെ സ്വഹറായിലെ ലൈഫ് അവർക്ക് പ്രസംഗത്തിന് അത്യാവശ്യമായി വരികയാണ്. അതേപോലെ വൽ ഫാരിസുൽ മിഖ്ദാം, മുന്നോട്ട് കുതിക്കുന്ന ഒരു പോരാളി, യുദ്ധ പോരാളി, നേതാവ്. അല്ലത് യുഷജ്ജിഉ, മൂപ്പരും മോട്ടിവേറ്റ് ചെയ്യുന്നു. ജുനൂദഹു, തൻ്റെ സൈന്യത്തെ, അല ത്വാഅതിഹി, തന്നെ അനുസരിക്കുവാൻ. വലിബ്തിആദി അൻ മാ നഹ അൻഹു, അദ്ദേഹം വിലക്കിയതിൽ നിന്ന് അകന്നു നിൽക്കുവാനും. സയകൂനു ലഹു തഅ്സീറുൻ, അതിനും സ്വാധീനമുണ്ടായി. അക്ബറു, അങ്ങേയറ്റം. ഫി നുഫൂസിഹിം, അവരെ ആ സൈന്യത്തിൻ്റെ ആളുകൾ, സൈന്യാധിപൻ നൽകുന്ന ഉപദേശം അതും വാചികമായിട്ടാണല്ലോ കൊടുക്കേണ്ടത്. അതൊക്കെ ഇൻദമാ യതഹദ്ദസു ഇലൈഹിം, അവരിലൂടെ അദ്ദേഹം സംസാരിക്കുമായിരുന്നു. മിൻ ഖിലാലിൽ ഖിതാബ, പ്രസംഗകലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ സൈന്യത്തെ യുദ്ധത്തിന് വേണ്ടി സജ്ജമാക്കുമ്പോൾ അവർക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ചെറിയൊരു പ്രസംഗമാണ് ആ സമയത്ത് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ പ്രസംഗകല വളരാനുള്ള കാരണം അത്തഅസ്സുബുൽ ഖബലി, ഗോത്ര വിഭാഗീയതയും വർഗീയതയുമാണ്. ലഖദ് ലഅബത്തുൽ അസബിയ്യത്തുൽ ഖബലിയ്യ, ഈ നിലക്കുള്ള ഗോത്ര വിഭാഗീയത അത് റോള് വഹിച്ചിട്ടുണ്ട്. ദൗറൻ കബീറൻ, വലിയ പങ്ക്. ഫി തതവ്വുരി ഫന്നിൽ ഖിതാബ, പ്രസംഗകല വളർത്തിക്കൊണ്ടുവരുന്നതിൽ. ഹൈസുഖാനലി കുല്ലി കബീലത്തിൻ ഫിൽ അസൽ ജാഹിലി, എത്രത്തോളം ജാഹിലിയ കാലഘട്ടത്തിൽ ഓരോ കബീലക്കുമുണ്ടായിരുന്നു. മൻ, ചിലർ. യുമസ്സിലുഹ, അവരെ പ്രതിനിധീകരിക്കുന്ന. ബിലിസാനിഹി, തൻ്റെ നാവ് കൊണ്ട്. വയുദാഫിഉ അൻഹ, ആ ഗോത്രത്തെ സംരക്ഷിക്കുന്ന നാവ് കൊണ്ട് അവരെ പ്രതിനിധീകരിച്ച് പറയുന്ന, അതേപോലെ അവർക്ക് സംരക്ഷകരായി മുന്നോട്ട് വരുന്ന ഓരോ ഗോത്രത്തിനും ആ നിലക്കുള്ള ഖതീബുമാരുണ്ടായിരുന്നു. വലാ ശക്ക, നോ ഡൗട്ട്, ഒരു സംശയവുമില്ല. അന്ന തഅ്സീറൽ കലിമ,
വാക്കുകളുടെ സ്വാധീനം കാന അഖ്വാമിൻ തഅ്സീരി സൈഫി, വാളിൻ്റെ സ്വാധീനത്തെക്കാളും ശക്തമായിരുന്നു. കാനത്തിൽ ഖബായിലു, ഗോത്രങ്ങളായിരുന്നു, തുഹാനു, അവർ നിന്ദിക്കപ്പെട്ടു, ഔ തഫാഖർ, അല്ലെങ്കിൽ അവർ അഭിമാനം കൊണ്ടു പൊങ്ങച്ചു നടിച്ചു, അല ഇസ്രി മാ യഖൂലുഹു ഷാഇറുൻ, ഒരു ഷാഇർ പറയുന്ന വാക്കിനെ തുടർന്ന്, ഔ ഖതീബൻ, അല്ലെങ്കിൽ ഒരു പ്രാസംഗികൻ പ്രസംഗിക്കുന്ന വാക്കിനെ തുടർന്ന്, സവാഅൻ ഫീ ഹിജാഇൽ ആഖരീൻ, അത് മറ്റുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള വാക്കാണെങ്കിലും ശരി, ഔ ഫീ തഅദ്ദുദി ഉയൂബിഹിം, അല്ലെങ്കിൽ ഔ ഫീ തഅദാദി ഉയൂബിഹിം, അല്ലെങ്കിൽ അവരെ ന്യൂനതകൾ എണ്ണി പറയുന്ന കാര്യത്തിലാണെങ്കിലും ശരി. അമ്മ മാ വറദ ഫീ കുതുബി താരീഖിൽ അദബിൽ അറബി, എന്നാൽ അറബി സാഹിത്യ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വന്ന ഒരു കാര്യം, മിൻ ഹാദിസത്തി അൻഫുന്നാക്ക എന്ന സംഭവവുമായി ബന്ധപ്പെട്ട്. അൻഫുറ മൂക്കാണ്, നാക്കാറാൽ ഒട്ടകമാണ്, ഒട്ടകത്തിൻ്റെ മൂക്കുമായി ബന്ധപ്പെട്ട ഒരു സംഭവം സാഹിത്യ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അത് ഫഹിയ ഖൈറു ഷാഹിദിൻ, ഏറ്റവും പ്രത്യക്ഷമായ ഒരു അടയാളമാണ്, ഷാഹിദാണ്, ഒരു തെളിവാണ്. ഹൈസു യഖ്ഷ, അവിടെ ഭയപ്പെടുന്നു, മനുൻ തുസീബ ഇല ഖബീലത്തി അൻഫുന്നാക്ക എന്ന ഗോത്രത്തിലേക്ക് ഒരാൾ ചേർക്കപ്പെടുക എന്നുള്ളത് അവരെന്ത് ചെയ്യുന്നു, ഭയപ്പെടുന്നു. അയ്യുദ്കറസ്മ ഖബീലത്തിഹി, തൻ്റെ ഗോത്രത്തിൻ്റെ പേര് പറയുന്നത്. ഖൗഫം മിൻ അൻ തുസ്തഖ്ദമ തിൽക്കൽ ഇഷാറ, കാരണം പിന്നീട് അത് എന്ത് ചെയ്യും, ആ ഒരു സൂചനയെ ഉപയോഗിക്കുമെന്ന ഭയത്താൽ. ലിത്തഹക്കുമി വസ്സുഖ്രിയ, പരിഹാസത്തിനും അപഹാസത്തിനും ഒക്കെ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ വാക്കുകൾക്ക് വാളുകളെക്കാളും മൂർച്ചയുണ്ട് എന്നുള്ളതും, ഏതെങ്കിലും കവിയോ ഒരു ഖതീബോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പിന്നെ അത് വെച്ചിട്ട് പിന്നെ പല നിലക്കുമുള്ള ആക്ഷേപങ്ങൾ, അല്ലെങ്കിൽ അവരെ ഫഖ്റായിട്ട് വരൽ, അല്ലെങ്കിൽ അവരെ ആക്ഷേപിച്ച് വരൽ, ഈ രൂപത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരുടെ ഐബ് പറയലായിരിക്കും, ന്യൂനത പറയലായിരിക്കും, അല്ലെങ്കിൽ സ്വന്തത്തിൻ്റെ പാരമ്പര്യത്തെ കുറിച്ചുകൊണ്ടുള്ള മദ്ഹ് ഫഖ്ർ പറയലായിരിക്കും. ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിലൊരു ഉദാഹരണമായിട്ട് നമുക്ക് കാണുന്നതാണ് ഹാദിസത്തു അൻഫിന്നാക്ക എന്ന് പറഞ്ഞ സംഗതി. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു ജാഹിലിയ കാലഘട്ടത്തിൽ പണ്ട് അറബി ഒരു ഗോത്രം, ആ ഗോത്രത്തിൻ്റെ ഗോത്ര തലവന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു, ഒരുപാട് ഭാര്യമാരും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം ഒരു ഒട്ടകത്തെ അറുത്തിട്ട് ഒട്ടകത്തിൻ്റെ ഓരോ പാർട്ടും ഓരോരുത്തർ കൊടുത്തു. അങ്ങനെ തൻ്റെ എല്ലാ മക്കൾക്കും ഭാര്യമാരും കൊടുത്തപ്പോൾ ഒരു ഭാര്യയുടെ മക്കൾ, അല്ലെങ്കിൽ പിന്നെ തൻ്റെ കുറച്ച് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ വൈകിയാണ് വന്നപ്പോഴേക്കും ഒട്ടകത്തിൻ്റെ പാർട്ട് മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. പിന്നെ അവസാനിക്കുന്നത് ഒരു തലഭാഗം മാത്രമാണ്. അപ്പോൾ ആ തല ആണ് അവർക്ക് കൊടുത്തത്. അപ്പോൾ ഈ ചങ്ങായി എന്ത് ചെയ്തു, പിന്നെ തൻ്റെ ഭാര്യയിലെ വല്യമാന് എന്ത് ചെയ്തു, ഈ ഒട്ടകത്തിൻ്റെ മൂക്കിലൂടെ ഒരു കുളത്തുണ്ടാക്കിയൊരു കയറിട്ട് കെട്ടിങ്ങാണ്ട് അതും പിടിച്ചിട്ട് വീട്ടിലേക്ക് പോയി എന്നാണ്. അപ്പോൾ പോണ വഴിക്ക് ആൾക്കാർ പറഞ്ഞു, ഓന് കിട്ടിയത് അൻഫുന്നാക്കയാണ്, ഒട്ടകത്തിൻ്റെ മൂക്കാണ് ഓന് കിട്ടിയതെന്ന് എന്ത് ചെയ്തു, അവനെപ്പറ്റി പറഞ്ഞു. പിന്നീട് ആ മകനിലൂടെ ഉണ്ടാകുന്ന കുടുംബമൊക്കെ ആ ഒരു പേരിൽ അറിയപ്പെട്ടു, ഖബീലത്ത് അൻഫുന്നാക്കയുടെ കുടുംബം. ഇതവർക്ക് അപമാനമായി തോന്നി. പിന്നെ പിൽക്കാലത്ത് വന്ന മക്കൾക്കൊക്കെ, ആ കുടുംബത്തിൽ വന്നവർക്കൊക്കെ ഇത് അവരിലേക്ക് ചേർത്തി പറയുന്നവർക്ക് അപമാനമായി തോന്നി. ഒരു അപമാനത്തിൻ്റെ വാക്കായിട്ട്, പരിഹാസ്യമായിട്ട് പിന്നെ അവർക്കിടയിൽ ഇതിങ്ങനെ പറയാൻ തുടങ്ങി. അതുകൊണ്ട് ചില കവികളും അല്ലെങ്കിൽ പിന്നെ പ്രസംഗരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ ഇതിനെ നന്നാക്കി എടുക്കാനൊക്കെ ശ്രമിച്ചതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. പറഞ്ഞു വരുന്നത്, ഈ നിലക്ക് വാക്കുകൾ പറയുമ്പോൾ അവയുടെ സ്വാധീനവും അത് പിന്നീട് ഉണ്ടായിത്തീരുന്നതും, ഓരോ ഗോത്രവും അവരുടെ ആ ഒരു തഅസ്സുബ്, എൻ്റെ ഗോത്രത്തിൻ്റെ മഹത്വമാണ് പറയേണ്ടത് എന്ന നിലക്ക് അതിനൊക്കെ ഖുതുബ വലിയ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഖുതുബ അത് പ്രശോഭിതമാകാനുള്ള മൂന്നാമത്തെ കാര്യമാണ് ഖില്ലത്തു വുജൂദിൽ കുത്താബ്, കുത്താബുമാരുടെ കുറവ്. കുത്താബ് പറഞ്ഞാൽ കാത്തിബ്, കുത്താബ് എഴുത്തുകാർ, കാത്തിബിന് ജംആണ് കുത്താബ്. ഖില്ലത്ത് കുറവ്, വുജൂദ് ഉണ്ടാവുക. അപ്പോൾ എഴുത്തുകാരുണ്ടാവുക എന്നത് കുറവായിരുന്നു. കാനൽ അറബു ഫി അസ്ലിൽ ജാഹിലിയ കാലഘട്ടത്തിൽ അറബികളായിരുന്നു. ഉമ്മത്തൻ, ഒരു സമൂഹമാണ്. ലാ തഅരിഫുൽ ഖിറാഅത്ത വൽ കിതാബത്ത, എഴുത്തും വായനയും അവർക്ക് അറിയില്ലായിരുന്നു. ലാക്കിന്ന ബലാഗത്തുഹും, പക്ഷേ അവരുടെ സാഹിത്യം കാനത്ത് നാബിഅത്തൻ മിനൽ ഫിത്ര, അതാണെങ്കിൽ അവരെ ആ ഒരു സാഹിത്യം എന്നുള്ളത് പ്രകൃതിയിൽ നിന്ന് നിർഗളിക്കുന്നതായിരുന്നു. നാബിഅ, പൊട്ടി വരുന്നത്. ഫഖദ് കാന റജുൽ യർത്തജിലു അശ്ശിഅർ, എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു വ്യക്തി ആ കാലത്ത് യർത്തജിലു ഷിഅർ, കവിത ചൊല്ലും. ദൂന തഹ്ലീരിൻ മുസ്ബഖിൻ, മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെ. ദൂന ഇല്ലാതെ, തഹ്ലീർ എന്നാൽ സജ്ജീകരണം, മുസ്ബഖ് മുന്നേ. അപ്പോൾ മുന്നൊരുക്കൊന്നുമില്ലാതെ അയാൾ കവിതന് ചൊല്ലും. ഫയൻതിഖു ബിമാ യജൂലു ഫി നഫ്സിഹി ബി അഫവിയ്യ താമ്മ, അപ്പോൾ അദ്ദേഹം ചൊല്ലുന്ന കവിത എങ്ങനെയാണ് ചൊല്ലുന്നത്,
ഫയൻതിഖു അദ്ദേഹം സംസാരിക്കുന്നു ബിമാ യജൂലു ഫി നഫ്സിഹി മനസ്സിൽ എന്തൊക്കെ ചുറ്റിത്തിരിയുന്നു അതൊക്കെ മനസ്സിൽ തോന്നുന്ന കാര്യമൊക്കെ അതും ബി അഫവിയ താമ പൂർണ്ണമായിട്ടും പൊടുന്നനെയാണ് അഫവിയ അത് സ്പോണ്ടനൗസായിട്ട് പൊടുന്നനെയായിട്ടായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തിരുന്നത് ആ ഒരു വ്യക്തി അങ്ങനെ കവിത ചൊല്ലിയിരുന്നത്. വൈന്ദമായി ഇറഗബു ഫി താബീരി അമ്മ യഷ്റുബിഹി അതോടൊപ്പം തന്നെ താൻ അനുഭവിക്കുന്ന ഫീലിങ്ങുകളെ പറ്റി പറയാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെയും ഇറഗബു ഫി റഗിബ ഫിർ ആഗ്രഹിക്കുക താബീർ പറയുക ആവിഷ്കരിക്കുക അമ്മ യഷ്ഉറു യഷ്ഉറന ഫീൽ ചെയ്യുക എന്തൊക്കെ ഫീൽ ചെയ്യുന്നു അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ യസ്തഹ്ദിറുൽ മുഅ്സറാത്തുൽ ഹിസ്സിയ്യല്ലത്തി തുസീറുഹു സ്വാധീനം ചെലുത്തുന്ന തൻ്റെ പഞ്ചേന്ദ്രിയാനുഭവങ്ങളെ അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവരും അതിനങ്ങോട്ട് ആവിഷ്കരിക്കും. ലി തുഖ്രിജൽ കലിമാത്ത് മിൻ ഫമിഹി തൻ്റെ വായിലൂടെ വാക്കുകൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് ആ കാര്യത്തെ അനുഭവമാക്കി മാറ്റുന്നർത്ഥം അത് വായിലൂടെ വാക്കുകൾ വരാൻ വേണ്ടിയിട്ട് എങ്ങനെ വരണം ബി തൊലാഖ വസലാസ അത് ഫ്ലുവൻ്റായിട്ട് വരണം. മംസൂദത്വം ബി ജമാലിൽ അൽഫാദ് അതോടൊപ്പം ലഫ്ലുകളുടെ ഭംഗി അതിൽ കൂടിച്ചേർന്നിട്ടുണ്ടാകും. ഇത്ഖാൻ താബീർ അതോടൊപ്പം ഭാഷയുടെ ആ കൃത്യതയും ഇത്ഖാൻ അതിൻ്റെ പെർഫെക്ഷനും അവിടെ യാതൊരു ഗ്രാമർ മിസ്റ്റേക്ക് മറ്റൊന്നുണ്ടാവില്ല ഒക്കെ കൂടിക്കലർന്ന രൂപത്തിൽ പുറത്തു വരും. അപ്പോൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിച്ചാൽ ഫീലിംഗ് പറ്റി പറയാൻ ആഗ്രഹിച്ചാൽ ആ ഫീലിംഗ് ഒരു അനുഭവമാക്കി മാറ്റിയിട്ടാണ് പറയും. അപ്പോൾ അത് വാക്കായിട്ട് വാചകമായിട്ട് വരും. അപ്പം ഇങ്ങനെ എന്ത് മനസ്സിൽ തോന്നുന്നോ അല്ലെങ്കിൽ എന്ത് ഫീലിംഗ് അനുഭവപ്പെടുന്നു അത് പറയുക എന്നുള്ള അവരുടെ ഒരു അവസ്ഥ ഒരു പ്രത്യേകത ഇതും ഖുതുബയെ അതിൻ്റെ പ്രശോഭയ്ക്ക് കാരണമായ ഒരു കാര്യമാണ്. നാലാമത്തേത് ബുറൂസുൽ അസ്വാഖിൽ അദബിയ സാഹിത്യ ചന്തകൾ ഉണ്ടായി എന്നുള്ളത്. ബുറൂസ് അത് ഇൽഹാർ അത് രംഗത്ത് വന്നു എന്നുള്ളത്. കാനത്തിൽ അസ്വാഖുൽ അദബിയ സാഹിത്യ ചന്തകൾ മാർക്കറ്റുകളായിരുന്നു. ദാത്തി അസറിൻ ബാലിഗിൻ ഫി തത്വീരി ഫന്നിൽ ഖിതാബ പ്രസംഗകലയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ പങ്കുണ്ടായ ഒരു സംഗതിയാണ്. ഹൈസുഖാന ഷുഅറ ഉവൽ ഖുതബ ഉവൽ ഉദബ കാരണം കവികൾ അതേപോലെ പ്രാസംഗികർ സാഹിത്യകാരന്മാർ യഅ്തൂന മിൻ മുഖ്തലിഫിൽ അസ്ഖാഇ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് അവരെത്തുമായിരുന്നു. ലി തഖ്ദീമി ഇബ്ദാഅതിഹിമുൽ അദബിയ അവരെ സാഹിത്യ വർക്കുകളെ അവതരിപ്പിക്കുവാൻ ഫി ഹാദിഹിൽ അസ്വാഖ് ഇത്തരം ചന്തകളിൽ. അമീൻ അഷ്ഹുരി തിൽക്കൽ അസ്വാഖ് ഫിൽ അസ്രിൽ ജാഹിലിയ കാലഘട്ടത്തിലെ ഈ ചന്തകളിൽ ഏറ്റവും പ്രസിദ്ധമായതാണ് സൂഖ് ഉക്കാദ് ഉക്കാദ് ചന്ത. അല്ലദീഖാൻ യഷ്ഹദു അക്ബർ തജമ്മുഇൻ ലിൽ ഉദബ ഇത് ഈ ചന്ത സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്തിന് അക്ബർ തജമ്മുഇൻ വലിയ സംഘങ്ങൾക്ക് ലിൽ ഉദബ ഈ സാഹിത്യകാരന്മാരുടെയും വശുഅറ ഈ കവികളുടെയും. ഖാസത്തൻ ഫി മൗസുമിൽ ഹജ്ജ് പ്രത്യേകിച്ച് അത് ഹജ്ജ് സീസണിലായിരുന്നു അവിടെ ഇവരൊക്കെ തടിച്ചുകൂടിയിരുന്നത്. വക്കാന മിൻ അബ്റസിൽ മുഹക്കിമീന ഫിഹാദ സൂഖി ഈ അങ്ങാടിയിലെ മുഹക്കിമീങ്ങളിൽ അവിടുത്തെ വിധികർത്താക്കളിൽ ഏറ്റവും പ്രഗത്ഭൻ അന്നാബിഗത്തു ദുബിയാനിയാണ്. അല്ലദീ കാന യതമത്തഉ ബിസുൽത്തത്തിൽ ഫസ്ൽ ബൈനൽ അദബിൽ ജയ്യിദി വറദീഇ ഏറ്റവും നല്ല സാഹിത്യം ഏത് റദീ അതിൻ്റെ മോശപ്പെട്ട സാഹിത്യം അല്ല അദബുൽ ജയ്യിദുണ്ട് അല്ല അദബുൽ റദീ ഉണ്ട്. അദബുൽ ജയ്യിദ് ഏത് അദബുൽ റദീ ഏത് നല്ലതേത് ചീത്തയേത് എന്നിവയെ വേർതിരിക്കുന്നതിൽ അധികാരം കൊണ്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ അതിനൊരു അധികാരം കിട്ടിയ വ്യക്തിയായിരുന്നു അന്നാബിഗത്തു ദുബിയാൻ. അത് സവാഅൻ കാന ശിഅറൻ ഔ നസ്റൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന കവിതയാകട്ടെ അല്ലെങ്കിൽ ഗദ്യമാകട്ടെ ഏതാണെങ്കിലും അത് നല്ലതും ചീത്തയും തീർപ്പ് കൽപ്പിക്കാനുള്ള ഒരു അധികാരം അന്ന് നാബിഗത്തു ദുബിയാൻ എന്ന കവിക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു അബ്റസുൽ മുഹക്കിമീൻ അവിടുത്തെ വിധികർത്താക്കളിൽ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തി. വലഅല്ലൽ ഉദബാ കാനു യുഖദ്ദിമൂനഹു അലാ ഗൈരിഹി സാഹിത്യകാരന്മാരായിരുന്നു അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവന്നത് നാബിഗയെ അലാ ഗൈരിഹി മറ്റുള്ളവരെക്കാളും ഇദ്ദേഹമാണ് വിധി പറയേണ്ടത് എന്ന നിലക്ക്. എന്തുകൊണ്ടാണ് ലിമാ നാലഹു അദ്ദേഹം നേടിയ കാരണത്താൽ മിൻ മക്കാന റഫിഅ ബൈനഹും അവർക്കിടയിലെ ഉന്നത സ്ഥാനം ഈ നാബിഗക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ അവർ മുന്തിച്ചു. അങ്ങനെ അദ്ദേഹമാണ് പിന്നീട് അതിൽ വിധി പറഞ്ഞിരുന്നത്. അടുത്ത അൻമാത്തുൽ അൽ ഖുതബ് ഫിൽ അസ്രിൽ ജാഹിലിയ കാലഘട്ടത്തിലെ പ്രസംഗകലയുടെ ഇനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ഭാഗം വരുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.